Hi friends, welcome to the YouTube channel. In this video, Epson large Dotmatrix printer Epson DLQ3500 printer Cartridge change Cartridge insert simple video. Video കാണുമ്പോൾ channel ഒന്ന് subscribe ചെയ്യുക, bell button click ചെയ്യുക, like ചെയ്യുക, share ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ മോഡൽ പ്രിൻ്ററിൻ്റെ കാർട്രിഡ്ജ് ചോദിച്ച് തന്നെ വാങ്ങണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് കാർട്രിഡ്ജോ ഡ്യൂപ്ലിക്കേറ്റ് റിമോണോ ഇതിൽ യൂസ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ ഹെഡ് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒറിജിനൽ കാർട്രിഡ്ജ് തന്നെ, റിബൺ കാർട്രിഡ്ജ് തന്നെ ചോദിച്ച് വാങ്ങണം. മോഡൽ നമ്പർ പറഞ്ഞിടത്ത് ഈ കാർട്രിഡ്ജ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ കാർട്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ മോഡൽ ഏതൊക്കെ മോഡലിന് സപ്പോർട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ എപ്സൻ്റെ ലോഗോയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാർട്രിഡ്ജ് ആ ബോക്സിൽ നിന്നും കാർട്രിഡ്ജ് പുറത്തോട്ട് വെച്ചു. ഇനി കവർ റിമൂവ് ചെയ്യാം. ഈ എപ്സൻ്റെ ലോഗോയുള്ള കാർട്രിഡ്ജ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ വാറണ്ടി കട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കാർട്രിഡ്ജ് കവറിൽ നിന്നും കാർട്രിഡ്ജ് പുറത്തോട്ട് എടുത്തു ബോക്സ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പ്രിൻ്ററിൽ കാർട്രിഡ്ജ് ഇൻസെർട്ട് ചെയ്യാം. അതിന് ആദ്യം പ്രിൻ്ററിൻ്റെ ഈ ഗ്ലാസ് വന്ന് ഈ ഡോറ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ ഒരു ചെറിയ, ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇൻസെർട്ട് ചെയ്യാൻ കഴിയില്ല, കാരണം ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടാവും. എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് കാണുക. ഇതേപോലെ ആദ്യം വെക്കാൻ നോക്കുക. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉള്ള ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്തിക്കാൻ കഴിയും. കാർട്രിഡ്ജിൻ്റെ ഇതേപോലെ ഈ പ്ലാസ്റ്റിക് പീസ് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ക് സ്പ്രെഡ് ആവില്ല കേട്ടോ. ഓക്കെ, ശേഷം നമുക്ക് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ പൊക്കി വെക്കണം, മുകളിലോട്ട് ഉയർത്തി പിടിക്കണം. ഇനി കാർട്രിഡ്ജ് ഇടാൻ സിമ്പിളാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് അതിൻ്റെ ഹെഡിൻ്റെ ഗ്യാപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഒരു മിനിറ്റ്, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. ഒന്നുകൂടി കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ അത് ലോക്കാവും. ഇതിപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാർട്രിഡ്ജ് ആണെങ്കിൽ ഇത് പഴയത് അതിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിന് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ലിവർ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ല, ഇവിടെ ഒരു ലിവർ ഉണ്ടല്ലേ റൈറ്റ് സൈഡിൽ. ഈ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർട്രിഡ്ജ് ഓട്ടോമാറ്റിക് റിമൂവ് ആവും. ഹെഡിൽ നിന്നും ഡിസ്കണക്റ്റ് ആയി പോരും. ജസ്റ്റ് എന്നിട്ട് നമുക്ക് വലിച്ചെടുത്താൽ മതി. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ ലിവർ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, എന്നിട്ട് കൈ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് പുറത്തോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. ഡ്യൂപ്ലിക്കേറ്റ് കാർട്രിഡ്ജിന് അല്ലെങ്കിൽ അതർ കമ്പനിന് കോമ്പാറ്റബിൾ കാർട്രിഡ്ജിന് ഇത്ര ലൈഫ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഹെഡിന് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഹെഡിൻ്റെ ഈ മൂവിങ്ങിനനുസരിച്ച് ഇത് കോമ്പാറ്റബിൾ കാർട്രിഡ്ജ് ഒരിക്കലും മൂവ് ആവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പേപ്പർ വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫ്രണ്ടിൽ കൂടെ ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലൂടെ കൊടുക്കുകയാണ്. ഓക്കെ, കമ്പ്യൂട്ടറിൽ പോയി ടെസ്റ്റ് പേജ് ഡ്രൈവേഴ്സിൽ പോയി അവിടെ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കമാൻഡ് കൊടുക്കുകയാണ്. അപ്പോൾ പ്രിൻ്റ് വരുന്നുണ്ടോ ഇല്ലയോ നോക്കാം. പ്രിൻ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കാർട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്തത് കറക്റ്റ് ആണ് എന്നാണ്. അതായത് പേജിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നില്ലെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത കാർട്രിഡ്ജ് റോങ് ആണെന്ന് മനസ്സിലാക്കാം. ജസ്റ്റ് സെറ്റിങ്സ് ഒന്ന് മാറ്റി പേപ്പറിനുള്ളിലായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രിൻറ്റിങ് കഴിഞ്ഞ് പേപ്പർ പുറത്തോട്ട് വന്നു. ഇതിൽ പ്രിൻ്റ് പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കാർട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്തത് ഓക്കെ ആണെന്നാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.